ആവി പിടിക്കുന്നതിലൂടെ നമ്മുടെ നാസൽ കൺജഷൻസ്, മൂക്കടപ്പ് പോലുള്ള കംപ്ലയിൻസ് ഒക്കെ പെട്ടെന്ന് കുറയും. അതേപോലെ തന്നെ നമ്മുടെ എയർവേ ഇറിറ്റേഷൻസ്, അതായത് ത്രോട്ടിലും ലങ്ങിലും ഒക്കെ വരുന്ന ഇറിറ്റേഷൻസ് അത് ഒരു പരിധിവരെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള എയർവേ ആണെന്നുണ്ടെങ്കിൽ അത് മോയ്സ്ചറൈസ് ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യാനും ഈ ആവി പിടിക്കുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റീമിൻ്റെ ഈ ഒരു ഹീറ്റ് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവാനും അതോടൊപ്പം നമുക്ക് സിംറ്റംസിന് കുറച്ച് റിലീഫ് കിട്ടാനും സഹായിക്കുന്നു. അതേപോലെ തന്നെ ആവി പിടിക്കുന്നതിലൂടെ കുറച്ച് ദോഷവശങ്ങളുമുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് ആവി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ക്ഷീണം, തലകറക്കം ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ വരാറുണ്ട്. അത് നമ്മൾ എപ്പോഴും പറയും, ഒരു ദിവസം 4-5 പ്രാവശ്യം അങ്ങനെയൊന്നും ആവി പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം അത്രേ ആവശ്യമുള്ളൂ. പിന്നെ സിവിയർ ആയിട്ടുള്ള ആസ്മ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ആവി പിടിക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാറുമില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആവി പിടിക്കുന്നത് കൊണ്ട് നമുക്ക് അസുഖം മാറുകയല്ല ചെയ്യുന്നത്, ഒരു ടെമ്പററി ആയിട്ട് ആ ഒരു സിംറ്റംസിനൊരു റിലീഫ് മാത്രമാണ് കിട്ടുന്നത്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ, ഇപ്പോൾ ഒരു നാസൽ കൺജഷന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അത് റിക്കറൻ്റ് ആയിട്ട് ആവി പിടിച്ചുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ ഈ നാസൽ കൺജഷൻ്റെ ഇൻറ്റൻസിറ്റി പിന്നെ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സൈനോസൈറ്റിസ്, അതും നമ്മൾ ആവി പിടിക്കുന്ന പോലെ ബെറ്റർ ആവും. പക്ഷെ അത് റിക്കറൻ്റ് ആയിട്ട് നമ്മൾ ആവി പിടിച്ചുകൊണ്ട് ആ സിംറ്റംസിനെ മാത്രം ബെറ്റർ ആക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ വരുന്ന ഈ സൈനോസൈറ്റിസിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടും. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്.